ഹായ്, എൻ്റെ പേര് സുലൈമാൻ സനൂഖ്. നമ്മൾ ഈ ചാനലിൽ തുടർച്ചയായി കൈകാര്യം ചെയ്യുന്നത് സിനിമ ബേസ്ഡ് ആയിട്ടുള്ള റിവ്യൂസും പോപ്പ് കൾച്ചറുമായിട്ട് ബന്ധമുള്ള ന്യൂസും ആയിരിക്കും. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ രണ്ടാമത്തെ സിനിമ ബേസ്ഡ് വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു പൂച്ചേനെ ബേസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ക്യാമ്പ് പരിസരത്തെടുത്തൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ റിവ്യൂവിൽ നമ്മൾ പറഞ്ഞത് നാരായണിയുടെ മൂന്നാൺമക്കൾ എന്ന സിനിമയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എനിക്ക് അടുത്ത കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് കൃത്യമായി എൻ്റെ സിരകളിലും സിനിമാ ബോധ്യത്തെ തൊട്ടുണർത്തിയ ഒരു സിനിമയെക്കുറിച്ചാണ്. പൊന്മാൻ, ഡയറക്റ്റഡ് ബൈ ജ്യോതിഷ് ശങ്കർ. പൊന്മാൻ എന്നുള്ള പേര് താൻ കൊടുത്ത പൊന്ന് തിരിച്ചു വാങ്ങാൻ ബേസിൽ ജോസഫ് അവതരിപ്പിച്ച കഥാപാത്രം നടത്തുന്ന ഒരു സ്ട്രഗിളിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡയറക്റ്റ് പേരാണെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തനിക്കൊത്തൊരു പ്രതിവിധി ഉണ്ടെന്ന് കരുതുന്ന ഒരു ഉത്തമ മനുഷ്യനിലേക്കുള്ള ഒരു മെറ്റഫർ കൂടിയാണ് പൊന്മാൻ എന്നുള്ള പേര്. പടത്തിന്റെ തുടക്കഘട്ടങ്ങളിൽ ഇയാൾ എന്തൊരു മനുഷ്യനാണ്, എന്തൊരു ശല്യമാണ് ഇയാൾ എന്ന് നമ്മൾ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ബേസിൽ ജോസഫിനെ കുറിച്ചുള്ള ക്യാരക്ടറിന്റെ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത്. പക്ഷെ കഥ തുടർന്നു പോകുമ്പോൾ, കഥത്തിന്റെ മധ്യഭാഗത്തെത്തുമ്പോഴോ കഥയുടെ എൻഡിലേക്ക് എത്തുമ്പോഴോ നമ്മൾ ചിന്തിക്കുന്നത് ഇയാൾ എന്തൊരു മനുഷ്യനാണ്, ഇയാൾ ഇരിക്കുന്ന ക്യാരക്ടർ ചേഞ്ച് ഒക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ്. എന്ത് മനോഹരമായാണ് പൊന്മാനിലെ റൈറ്റർ അയാളുടെ ഉത്തമ മനുഷ്യനിലേക്ക് തന്റെ പേനയെ പാൻ ചെയ്യുന്നത്. ഇറ്റ്സ് ഡെലീഷ്യസ്. ലിജോ മോൾ ചെയ്ത ക്യാരക്ടറിലേക്ക് വരാം. തന്റെ കഥയുടെ തുടക്കത്തിൽ തന്റെ പ്രായമായ അമ്മച്ചിയുടെ കൂടെയും പാർട്ടിയുടെ കൂലിത്തല്ലുകാരനായ ജ്യേഷ്ഠന്റെയും കൂടെയും സപ്രസ്ഡായി ജീവിക്കുന്ന ലിജോ മോള് തന്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടത്തെ മനസ്സിലാക്കി ഇത് തനിക്ക് കിട്ടുന്ന ഒരു ലാസ്റ്റ് ചാൻസ് ആണ്, ഈ കല്യാണം നടന്നു, ഒരു 32 വയസ്സുള്ളൊരു എനിക്ക് ഇനി എങ്ങനെയാണ് ഒരു ചെക്കനെ കിട്ടാൻ പോവുക എന്നുള്ള ഘട്ടത്തിൽ തന്റെ ക്യാരക്ടർ മൊത്തമായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം തോന്നും എന്തൊരു സെൽഫിഷ് ആയിട്ടാണ് ലിജോ മോളി ഒരു ക്യാരക്ടർ ജേണി അവലംബിക്കുന്നത്. പക്ഷെ നമുക്ക് കഥയുടെ ഒടുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷനിൽ ആൾക്കാർ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് തങ്ങളുടെ എല്ലാ മോറൽ റെസ്പോൺസിബിലിറ്റീസിനും എല്ലാ മോറൽ പൊളിറ്റിക്സിനും ചേഞ്ച് ചെയ്ത് തങ്ങൾക്ക് ജീവിക്കാൻ ഉതകുന്ന തരത്തിൽ അതിനെ മൗൾഡ് ചെയ്തെടുത്ത് എങ്ങനെയാണ് ഈ ക്യാരക്ടർ ജേണിയിലേക്ക് ചെന്നെത്തുന്നത് എന്നുള്ളത് വളരെ ഇഫക്റ്റീവ് ആയിട്ട് തന്നെ റൈറ്റർ എഴുതിയിരിക്കും. ലോക സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച സ്ക്രിപ്റ്റ് ഡോക്ടറായി അറിയപ്പെടുന്ന ജോൺ ട്രൂബി എന്ന എഴുത്തുകാരൻ തന്റെ അനാട്ടമി ഓഫ് എ സ്റ്റോറി എന്ന പുസ്തകത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പുട്ട് യുവർ ക്യാരക്ടർ ഇൻ ടു ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ദാറ്റ്സ് വെൻ ദ ട്രൂ കളർ ഗെറ്റ്സ് എക്സ്പോസ്ഡ് എന്ന്. തങ്ങളുടെ ക്യാരക്ടേഴ്സിനെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എടുത്തെറിയും. റൈറ്റേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ എടുത്തെറിയണം. ആ ഒരു ടൈമിലാണ് അവരെ മോറൽ റെസ്പോൺസിബിലിറ്റീസും മോറൽ പൊളിറ്റിക്സും ഒക്കെ അവർ വിട്ടെറിഞ്ഞ് അവർ യഥാർത്ഥ ക്യാരക്ടറിനെ ശ്ലാഘിക്കുന്നത്. ആ ഒരു കൃത്യമായ ഒരു റൈറ്റിങ്ങിന്റെ മാസ്റ്റർ ക്ലാസ് തന്നെ പൊന്മാൻ എന്ന സിനിമയിൽ നമുക്ക് ദൃശ്യമാവുന്നു. സെക്കൻഡ് ബെസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിലെ പെർഫോമൻസുകൾ തന്നെയാണ്. ലിജോ മോൾ ചെയ്ത ക്യാരക്ടർ, സജിൻ ഗോപു ചെയ്ത ക്യാരക്ടർ, ബേസിൽ ജോസഫ് ചെയ്ത ക്യാരക്ടർ, ലിജോ മോളുടെ ജ്യേഷ്ഠനായി വന്ന കഥാപാത്രം, 2 അമ്മമാർ, ഇവരൊക്കെ ഈ സിനിമയിൽ നിറഞ്ഞാടി അഭിനയിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സിനിമയിൽ ഷോ സ്റ്റീലേഴ്സ് എന്ന് എടുത്തു പറയാൻ പറ്റുന്ന രീതിയിൽ അവരുടെ മികച്ച കരിയറിലെ തന്നെ മികച്ച ബെസ്റ്റ് 2 പെർഫോമൻസുകൾ വന്നിട്ടുള്ളത് ലിജോ മോളും ബേസിൽ ജോസഫുമാണ്. ഇതിലൊരു സീനുണ്ട്, ലിജോ മോള് തൻ്റെ ജ്യേഷ്ഠനെതിരെ തൊടുക്കുന്ന അമ്പെയ്ത്തും അതിൽ ബേസിൽ ജോസഫ് നിലയൊക്കെ തന്നെ ലിജോ മോള് തൻ്റെ ജ്യേഷ്ഠനായി പറയുന്നുണ്ട്, മോള് പോയി ചാവടാ നീ. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കണ്ട് രസിക്കേണ്ടത് തന്നെയാണ്. ലിജോ മോളുടെ ആ ഒരു ഏറ്റവും പാവത്താൻ വൾണറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിൽ നിന്നും തൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റീസ് മോറൽ പൊളിറ്റിക്സ് ഒക്കെ തൂത്തെറിഞ്ഞുകൊണ്ട് തൻ്റെ സെൽഫിഷ്നെസ് ഒക്കെ വെളിവാക്കിക്കൊണ്ട് സിനിമയിൽ ദൃശ്യമാക്കുന്ന ഒരു അഭിനയ ചാതുര്യം, അത് കണ്ട് രസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഐ വാണ്ട് ടു എൻഡ് ദ പോസിറ്റീവ്സ് ഓഫ് ദ ഫിലിം ബൈ ജസ്റ്റ് ആഡിങ് വൺ മോർ തിങ്, ദ കൊളാബറേഷൻ ഓഫ് ടെക്നിക്കൽ ആസ്പെക്ട്സ്. ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ടെക്നീഷ്യൻസ്, അത് സംവിധായകനായിട്ടുള്ള ജ്യോതിഷ് ശങ്കർ ആവട്ടെ, എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്ന നിതിൻ രാജാവട്ടെ, ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന സാനു ജോൺ വർഗീസ് ആവട്ടെ, എല്ലാ ടെക്നിക്കൽ ആസ്പെക്ട്സും ഒന്നിന് ഒന്ന് മികച്ചത് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു സിനിമ എന്ന് പറയുന്നത് പല ചലച്ചിത്രകാരന്മാരും പറയുന്നുണ്ട്, ഒരു കാര്യത്തെ നമുക്ക് എടുത്തു പറയാനുള്ള പറ്റുന്ന രീതിയിലായിരിക്കരുത് സിനിമ. കാരണം ഒന്നിനെ പ്രൊജക്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ആ സിനിമയിൽ എന്തോ ഒരു കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഈ സിനിമയിൽ എല്ലാ ടെക്നിക്കൽ ആസ്പെക്ട്സും, ഞാൻ പറഞ്ഞ എല്ലാ ടെക്നിക്കൽ ആസ്പെക്ട്സും കറക്റ്റായി ഒരൊറ്റ മൗൾഡിൽ ചെയ്തെടുത്ത പോലെ അത്രയ്ക്കും ഭംഗിയുള്ളതാണ്. ഈ ഒരു സിനിമയിലെ ഒറ്റൊരു നെഗറ്റീവ്, ഞാൻ ഭയങ്കര റിസർച്ച് ചെയ്ത് നോക്കി എല്ലാം ഭൂതക്കണ്ണാടി കൊണ്ട് നോക്കി കണ്ടുപിടിച്ച കാര്യം തന്നെയാണിത്. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ്ലി പിച്ച്ഡ് ഫിലിമാണ്. ഇതിൽ ഒരു നെഗറ്റീവ് എന്ന് എടുത്തു പറയാൻ പറ്റുന്ന രീതിയാണെങ്കിൽ
എനിക്ക് ഓപ്പോസിറ്റ് ആൾട്ടർനേറ്റീവായി സജസ്റ്റ് ചെയ്യാൻ ഒരു സാധനം തന്നെയില്ല. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സിനെ കുറിച്ചാണ്. ഈയിടെ മലയാള സിനിമയിൽ ഒരു 10-15 വർഷമായി കണ്ടുവരുന്നൊരു ട്രെൻഡ് ഉണ്ട്. അത് ക്ലൈമാക്സിനെ കുറിച്ചാണ്. എല്ലാ സിനിമയുടെയും ഒടുക്കം എല്ലാ ഒരു കോൺഫ്ലിക്റ്റിന്റെയും ഒടുക്കം ഒരു അടിയിൽ ചെന്നാണ് നിൽക്കുന്നത്. ഈ ഒരു ക്ലൈമാക്സ് എല്ലാ സിനിമയിലെയും ഒരു ക്ലൈമാക്സ് ഇങ്ങനെ ഒന്ന് അടിച്ചു തീർക്കേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, എൻഡ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു അടിയിൽ തീരേണ്ട ഒരു കാര്യം എന്നുള്ളത് എനിക്ക് പലപ്പോഴായി തോന്നുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് കുമ്പളങ്ങി നിറ്റ്സ്. പക്ഷെ അതിന്റെ ഒടുക്കത്തെ ആ ഒരു ക്ലൈമാക്സിലെ അടി എന്ന് പറയുന്നത് എനിക്ക് ഒരു ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ടാണ് പലപ്പോഴായിട്ട് തോന്നിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് എനിക്ക് പൊന്മാനിലും തോന്നിയിട്ടുള്ളത്. ഒരു എല്ലാ സിനിമയ്ക്കും ഇങ്ങനെ ഒരു ക്ലൈമാക്സ് നൽകേണ്ടതായിട്ടുണ്ടോ എന്ന് എന്നെ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. എല്ലാ കോൺഫ്ലിക്റ്റിന്റെയും ഒടുക്കം ഒരു റെസൊല്യൂഷൻ, ഒരു ഫൈറ്റ് ഒതുങ്ങി തീരേണ്ടതായിട്ടുള്ളൂ. കൂടുതൽ സിനിമ റിവ്യൂസും സിനിമ ചർച്ചകളുമായിട്ട് നമുക്ക് ഉടൻ തന്നെ മീറ്റ് ചെയ്യാം. ടിൽ ദെൻ ബൈ.